എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ എടായി പ്രാട്ടിയായി പ്രാട്ടി ചേർക്ക എന്തൊരു മാമാ എന്തരടാ അണ്ണാൻ കളഞ്ഞ അണ്ടിയെ പോലെ പോണ്. അണ്ണാൻ കളഞ്ഞ അണ്ടിയല്ല, അണ്ടി കളഞ്ഞ അണ്ണായി. ആ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. എന്താടാ നടുവേനെ ഒട്ടും വയ്യാമ നടുവെടുക്കാൻ വയ്യ. ആ എങ്കിൽ പിന്നെ ഡോക്ടർ ഷാനവാസിനെ ഒന്ന് കാണിക്കാത്തണ്ട്. ഇനി കാണിച്ചിട്ട് കാര്യമില്ല. എന്തരടാ ഉടനെ എന്റെ മുകളിലോട്ട് എടുക്കും. ആ അതിപ്പോ ഉടനെ സംഭവിച്ചിരിക്കും. അയ്യോ എന്തരാണ് പറ്റിയത്? അത്രയ്ക്ക് ജോലിയില്ലാമ എന്റെ വീട്ടിലെനിക്ക്. എന്തരാണ് അത്രയ്ക്ക് വലിയ ജോലി? എന്റെ മാമ രാവിലെ കുറെ ഉള്ളി കൊണ്ട് മുമ്പിട്ട് തരും. അതെന്തൊരു നോട്ടിക്ക് ഉള്ളി കൊണ്ടിട്ട് തരണത്? കറി വെക്കാൻ വേണ്ടി അരിഞ്ഞു കൊടുക്കാൻ. പിന്നെ കറി വെക്കാൻ വേണ്ടി അരിഞ്ഞു കൊടുക്കണ്ടേ? മാമ ഇത് അരിയപ്പച്ചേന്റെ കണ്ണീന്ന് മടപടപടാ വെള്ളം വരും മാമ. അയ്യോ അത് ആദ്യത്തെ സംഭവമാണല്ലേ. എടാ ഇറക്കാ ഉള്ളി അരിയുമ്പം എല്ലാവർക്കും കണ്ണീന്ന് വെള്ളം വരും. ഇത് ഉള്ളി അരിഞ്ഞു കൊടുത്ത ഉടനെ എന്നെ കുറെ പാത്രം കൊണ്ട് മുമ്പിട്ട് തരും കഴുവായി. ആ പിന്നെ പാത്രം കഴിവുണ്ടേ? മാമ ഒന്ന് രണ്ട് മാത്രമല്ല കുറെ പാത്രം കാണും മാമ. എടാ ഒരു പാത്രത്തിലല്ലല്ലോ ആഹാരം വയ്ക്കുന്നത്, പല പാത്രത്തിലല്ലേ. അപ്പൊ എല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കണം. ഈ പാത്രം കഴുകി കൊടുക്കുമ്പോ തന്നെ കുറെ തുണി കൊണ്ട് മുമ്പിട്ട് തരും. എന്തിന്? നനയ്ക്കാൻ. പിന്നെ തുണി നനയ്ക്കണ്ടേ? അന്നുള്ള തുണികൾ അന്നന്ന് നനച്ചിട്ടാലല്ലേ വൃത്തി ഉണ്ടാവുള്ളൂ. ഈ തുണിയും നനച്ചിട്ട് ഞാൻ വന്ന് ഇരിക്കാൻ പോകുമ്പോ അപ്പൊ ആ തറ അത്രയും തുടയ്ക്കാൻ വേണ്ടി പറയും. കുത്തിയിരുന്ന് അത്രയും തറ തുടയ്ക്കണ്ട, എന്റെ നടുവെടുക്കാൻ വയ്യ തുടച്ചുടച്ച്. എടാ വീട്ടിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു തിരിയും കൂടെ കത്തിച്ച് വെച്ചാണ്ടല്ലേ അവിടെ അത്രയും മണക്കോ? മണം മാത്രമല്ലടാ, പിന്നെ വീട്ടിന് നല്ലൊരു ഐശ്വര്യം കിട്ടും. ഈ ഐശ്വര്യം കിട്ടപ്പോ എന്റെ അതിന് മുകളിൽ തന്നെ എടുക്കുമല്ല. എടാ ചേർക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടാ. പറയേ. എടാ ഈ 3 നേരം നീ വെട്ടി വിഴുങ്ങി തിന്നണില്ലേ, അത് നിനക്കിട്ട് വരും ജോലി ചെയ്താ കുഴപ്പം തരേ. എന്റെ മാമ ഈ 3 നേരം ഞാൻ ഇവിടെ ചാപ്പാടിക്കടുത്ത് വല്ല കണ്ട വീട്ടിൽ ജോലിക്ക് പോയിട്ടില്ല. ചാപ്പാട് മാത്രം എനിക്ക് അന്തസ്സായിട്ട് ശമ്പളം കിട്ടും, അറിയാമോ? നിർത്തടാ നിർത്ത്. എന്തൊരു നിർത്തടാ നിർത്ത്. എടാ സ്വന്തം വീട്ടിൽ ജോലി ചെയ്യും പോലെ കണ്ടവന്റെ വീട്ടിൽ ജോലി ചെയ്ത് അന്തസ് കിട്ടുവാടാ. എന്നാലും വലിയ കഷ്ടം തന്നെ. എന്തൊരു കഷ്ടം. ആ പെണ്ണ് രാവിലെ തൊഴിലുറപ്പിന് പോകും, പിള്ളേരാണെങ്കിൽ പഠിക്കാൻ പോകും, ട്യൂഷനും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സമയമാവും. അപ്പൊ അവരെ ഒന്ന് സഹായിക്കാൻ എന്തരടാ ഇത്ര കുഴപ്പം? സഹായിച്ച് എന്റെ നടുവെടുക്കാൻ വയ്യ മാമ. നിനക്കിപ്പോ എന്തിനാണ് പ്രശ്നം? ഞാൻ എവിടെയെങ്കിലും നാട് വിട്ടു പോകാൻ പോകണം. നാട് വിട്ടും പോണ്ട, ഒന്നും പോണ്ട. പിന്നെ നിനക്കിപ്പോ ഉള്ളി അരിയുമ്പോ കണ്ണിൽ വെള്ളം വരണം. ഒരു ചെറിയ പരിപാടി ഉണ്ട്. എന്തൊരു പരിപാടിയാമോ? ഉള്ളി അരിയണതിന് മുമ്പായിട്ട് ഫ്രിഡ്ജുണ്ടല്ലോ വീട്ടില്, ഈ ഉള്ളി ഫ്രിഡ്ജിനകത്ത് കയറ്റി വയ്ക്കണം. അപ്പോഴ 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് അരിഞ്ഞു നോക്ക്. അരിഞ്ഞു നോക്കിയേ കണ്ണിലിട്ട് കുത്തിയാൽ പോലും നിനക്ക് വെള്ളം വരൂല. പിന്നല്ലാതെ അങ്ങനെ ചെയ്യാല്ലേ? സംശയം തരാം, അങ്ങനെ ചെയ്തു നോക്ക്. ചെയ്ത് നോക്കാമോ? അടുത്തെന്തരാണ്? പാത്രം കഴിക്കുമ്പോ എടാ പാത്രം കഴുകണതിന് മുമ്പായിട്ട് ഇതുപോലെ വിമ്മ് എല്ലാ പാത്രത്തിലും വന്ന് തട്ടി തടയി വെച്ചു കൊടുത്തു നോക്കണം. അപ്പോഴാ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കഴുകി നോക്ക്. അപ്പോഴാ മിനുമിനായിരിക്കുംടാ, മിനുമിനായിരിക്കും. പളപളായിരിക്കും പാത്രം. പിന്നെ തുണി കഴുകാൻ തരും മാമ. തുണി കഴുകണതിന് മുമ്പായിട്ട് ബക്കറ്റ് എടുത്ത് ഇതുപോലെ സർഫ് അതിനകത്ത് ഇടണം. നിറച്ചു വെള്ളം ഒഴിച്ച് തുണി മൊത്തം മുക്കി അതിനകത്ത് വയ്ക്കണം. അപ്പോഴോ 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പം അഴുക്കുകളെല്ലാം ബക്കറ്റിൽ പിടിച്ചിരിക്കും. 3-4 തിരുമി 2 വെള്ളം കഴുകി നേരെ എടുത്ത് അയയിൽ തൂക്കണം. ഉണക്കി കിട്ടും. സംശയം തരേ? അത് കൊള്ളാം മാമ. പിന്നല്ലാതെ. പക്ഷെ എന്നാലും കുത്തിയിരുന്ന് തല തുടയ്ക്കാൻ വയ്യാമോ എനിക്ക്? നിനക്കൊണ്ടാടാ ഭ്രാന്ത്. തല തുടക്കട്ടെ. കുത്തിയിരുന്നൊന്നും തല തുടയ്ക്കണ്ട. പിന്നെ എടാ അതിന് വലിയ സ്റ്റിക്ക് കിട്ടും, സ്റ്റിക്ക്. മറ്റേ കമ്പ് കൊടുത്ത സാധനം. അത് തന്നെ. അതെടുത്ത് ഇങ്ങനെ ആക്കിയാൽ മതി അല്ലേ? അതെടുത്തിട്ട് ഇടത്തോട്ടും വലത്തോട്ടും 3 പ്രാവശ്യം ആക്കിയ വീട് മിനുവിനാവൂലേ? കൊള്ളാം മാമ ഐഡിയ. ഞാൻ ഇനി നാളെ മുതൽ ഇതുപോലെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. മാമ എന്താടാ? മാമന്റെ കാര്യേ പരിതാപകരമാണല്ലേ മാമ എന്നെ കാട്ടി. എന്നെ കാട്ടിയേ നിങ്ങളെ കാര്യം പരിതാപകരമാണല്ലേ? എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. മാമ എത്ര നാളുണ്ട് മാമ ഈ പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ കല്യാണം കഴിഞ്ഞ് അടുത്ത ആഴ്ച മുതൽ ഞാൻ ഈ ജോലി ചെയ്തോണ്ടിരിക്കല്ലേടാ. തന്നെ? വാ